പിന്നെ വരാട്ടോ, ഞങ്ങൾ ഉറങ്ങുക. ഹലോ, ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? എ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ന്യൂ ബോൺ ട്വിൻസ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഏകദേശം 20 ഡേയ്സോളം ആവാറായി. അപ്പോൾ ഏകദേശം ഇവരൊരു 1 month ഒക്കെ ആയി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂ ഡേറ്റ് നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ദേ ആർ സ്റ്റിൽ സപ്പോസ് ടു ബി ഇൻ മൈ ടമ്മി. പക്ഷേ അവർ പ്രീമച്ചുർ ആയിരുന്നു 5 weeks. അപ്പം നമ്മൾ ഏകദേശം ഒരു 4 weeks അടുത്തായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതൊക്കെ കണ്ടാൽ തോന്നുന്നു രാത്രി മുഴുവൻ ഞങ്ങൾ 3 പേരോട് ഉറക്കമായിരുന്നു എന്ന്. അങ്ങനെയല്ല, ഇപ്പോൾ ഏകദേശം ഒരു 8:30 9 o'clock ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു 1.5 hours മുമ്പ് ഇവർ കൊണ്ടുവന്ന് കൂടെ കിടത്തുകയാണ്. അപ്പോൾ ഞാനും കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ആശന്മാർ എൻ്റെ കൂടെ കിടന്ന് 2 പേരും കുറച്ച് വലിയ ബഹളമൊന്നും ഇല്ലാതെ ഒന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നോക്കിയിട്ട് നമുക്കിനി പയ്യെ ഇവരെ ഇവിടെ കിടത്തിയിട്ട് നമുക്ക് എണീറ്റ് പോയി ഒന്ന് ഫ്രഷ് ആവണം. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്താലാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സമ്മർ ആയതുകൊണ്ട് എപ്പോഴും വെയിലാണ്. ഒരു 4 AM മുതലൊരു 9:30 PM വരെ നമുക്ക് വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം പോകുന്ന അത്ര മനസ്സിലാവില്ല. ഇരുട്ടിയോ രാത്രിയായോ ഒന്നും അറിഞ്ഞുകൂടാ, നേരം വെളുത്തോ ഒക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ 2 പേരും ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് നമുക്ക് പല്ലൊക്കെ തേച്ച് ഒന്ന് റെഡി ആയിട്ട് വരാം. ഇന്ന് അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് നമുക്ക് കുറച്ചധികം അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സമയം കളയാതെ പോയി ബ്രഷ് ചെയ്ത് റെഡി ആയിട്ട് വരാം. എന്നിട്ട് രാവിലെ ഇന്ന് പോയിട്ടൊരു കോഫി വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം ഒന്ന് നടന്നിട്ടൊക്കെ വരാം. നമ്മളുടെ C-section സ്കാറൊക്കെ പതിയെ ഹീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനും ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ നടക്കണം എങ്കിലാണ് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയി ബ്രഷ് ചെയ്യാം. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നുമില്ല. ബ്രഷ് ചെയ്യും, പിന്നെ ഫേസ് വാഷ് ചെയ്യും. അതിനുശേഷം മോർണിംഗ് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യും. രാത്രി സമയം കിട്ടുവാണെങ്കിൽ, നമുക്ക് ഈ രാത്രി എന്ന് പറയുന്ന സമയം അങ്ങനെ ഇല്ലല്ലോ, ഫുൾ ഡേ നമ്മൾ ഡ്യൂട്ടിയിലായതുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല. പറ്റുവാണെങ്കിൽ മോയ്സ്ചറൈസർ ഇടും. ഇപ്പോൾ ഒരു ഫുൾ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ ഫീഡ് ചെയ്യണം. ആദ്യം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ട്രൈ ചെയ്യണം, പിന്നെ അതിനുശേഷം ബോട്ടിൽ ഫീഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പമ്പ് ചെയ്തെടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഫുൾ ടൈം ഈ ഒരു ഫീഡിങ് ഇതിലാണ് ഞാനുള്ളത്. കാരണം ഒരാൾ ബ്രസ്റ്റ് ഒന്ന് കുടിക്കും, ഒരാൾ കുടിക്കില്ല. അപ്പോൾ അയാൾക്ക് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇപ്പോൾ 2 പേരെ എഴുന്നേറ്റു. ജസ്റ്റ് 2 പേരെയും ഒന്ന് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യിക്കുന്നുണ്ട് ഞാൻ. സക്കിങ് റിഫ്ലെക്സ് ഒക്കെ ഇവർക്ക് വളരെ കുറവാണ് പ്രിമച്വർ ആയതുകൊണ്ട്. ഇത് ആദ്യം ഒന്ന് ബ്രസ്റ്റിൽ ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. അതിനുശേഷം നമ്മളൊന്ന് ബോട്ടിൽ ഫീഡ് ചെയ്യും. അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് രാവിലെ പാലൊക്കെ കൊടുത്തു. ബേബീസ് 2 പേരും ഒന്ന് സെറ്റിലായി. അപ്പോൾ അവരെ മമ്മിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമുക്കൊന്ന് നടക്കാൻ പോവാം. അപ്പോൾ ഞാനിവിടെ പയ്യെ, എനിക്ക് ഒത്തിരി അങ്ങ് നടക്കാറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പ്രാഞ്ചി കോപ്പറേറ്റീവ് വരെയൊക്കെ പോകുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ വില്ലേജിലൊരു കോപ്പറേറ്റീവ് ഷോപ്പുണ്ട്, അവിടെ വരെയൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് നടന്നു പോവാം. ഇത്തിരി ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ടൊക്കെ. ആദ്യം ഞാൻ ഗബ്രുവിനെ കൂട്ടിയിട്ടായിരുന്നു പോകുന്നത്, കാരണം എവിടെയെങ്കിലും വീണ് പോയാൽ ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പം ജസ്റ്റ് എനിക്ക് അവിടെ തന്നെ ഒരു കോസ്റ്റ ഉണ്ട്. അപ്പം നമുക്കൊരു കോസ്റ്റ കോഫിയൊക്കെ വാങ്ങി കാപ്പിയൊക്കെ കുടിച്ച് പോരാൻ തിരിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് നടന്നു പോകാം. എന്നോട് ഒത്തിരി നടക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചെറിയ വോക്കൊക്കെ ഉള്ളൂ, ഒരുപാട് ദൂരം നടക്കരുത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പെർമിഷനും ഇല്ല. അപ്പോൾ എവിടെയും പോകാൻ പറ്റത്തില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. ആകെ നമ്മൾ വീട്ടിൽ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു 1/2 hour എങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മാത്രം ടൈമായിട്ട് എടുക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ ജസ്റ്റ് ഒന്ന് നടന്ന് ഒരു കോഫി വാങ്ങാം, പിന്നെ എനിക്കൊരു ബ്രെഡും വാങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരികയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഒരു 10:30 ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കിപ്പം 2 പേരുള്ളതുകൊണ്ട് രാത്രി ഫുൾ കളരാത്രിയാണ്. ശിവരാത്രിയാണ്, കളരാത്രിയല്ല ശിവരാത്രിയാണ്. 2 പേരുള്ളതുകൊണ്ട് നമ്മൾ മാറി മാറി ഇവരെ ഫീഡ് ചെയ്ത് ബർപ്പി ചെയ്ത് നാപ്പി മാറ്റി വരുമ്പോഴേക്കും ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആളാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് നമ്മൾ പോവും. 2 പേര് ഒരേപോലെ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാനായിരുന്നു ആദ്യമൊക്കെ നൈറ്റ് ഫുൾ ഇരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു 1 hour 2 hour ഒക്കെ കഷ്ടിയാണ് ഒരു ദിവസം ഉറങ്ങിയിരുന്നത്.
ഇപ്പോൾ ഒരു 30 ഡേയ്സൊക്കെ ആയിട്ടുണ്ട്, 4 വീക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വീക്സ് അല്ലേ, 1.5 വീക്സ് മുമ്പ് മുതൽ എൻ്റെ സ്റ്റിച്ച് പയ്യെ ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം പഴുത്ത് വന്നു. അങ്ങനെ ഞാൻ GPയിൽ പോയി നേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ ഡ്രസ്സ് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്യും, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ GPയിൽ പോവും. അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡ്രസ്സ് ചെയ്ത് രണ്ടാമത് ചെന്നപ്പോഴത്തേക്കും അതിന് അപ്പുറത്തുള്ള സ്റ്റിച്ച് മൊത്തം എങ്ങനെയോ അത് പൊളിഞ്ഞു പോയിട്ട് അകന്നു പോയി. സ്റ്റിച്ചിട്ട ഭാഗം, ഈ മുറിച്ച ഭാഗം ഇങ്ങനെ തുറന്നു പോയി. അപ്പോൾ അവരിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ ജെൽ ഡ്രസ്സിങ്ങും സിൽവറൊക്കെ വെച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും ഡ്രസ്സൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് ആൻറ്റിബയോട്ടിക് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആൻറ്റിബയോട്ടിക് തരത്തില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കരയാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ഇനിയും എടുക്കും, 8 വീക്സ് എങ്കിലും മിനിമം എടുക്കും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോട്ടീൻ ഒത്തിരി കഴിക്കണം, അതുപോലെ തന്നെ ഉറങ്ങിയാൽ ഇത് ഹീൽ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം വൈകിട്ട് മമ്മി എന്നെ നിർബന്ധിച്ച് ഉറങ്ങാൻ പറഞ്ഞു വിടും. അത് ഞാൻ ഉറങ്ങി കഴിഞ്ഞ് ഫീഡ് ചെയ്യാനായിട്ട് വിളിക്കാൻ പറഞ്ഞാലും മാക്സിമം എന്നെ വിളിക്കാതിരിക്കാൻ നോക്കും. പറ്റത്തില്ലെങ്കിൽ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാത്രി ഇപ്പോൾ കുറച്ച് ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മിനിയാന്നും ഒക്കെ അങ്ങനെയായിരുന്നു. ഇന്നലെ ഞാൻ രാത്രിയിൽ മമ്മീനെ നേരത്തെ കിടക്കാൻ പറഞ്ഞു വിട്ടു. പിന്നെ ഒരു 2 മണിയായപ്പോൾ മമ്മി വന്നു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞാനൊരു പോയി കിടന്നുറങ്ങി. പിന്നെ രാവിലെ മമ്മീനെ പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മൾ ടേക്കിംഗ് ടേൺസ് ആണ് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്താ ഡ്രിങ്കും അതുപോലെ തന്നെ കോഫിയും ബ്രെഡൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. എൻ്റെ കോഫി ഞാനൊരു ബ്ലാക്ക് അമേരിക്കാനോ ആണ് വാങ്ങിച്ചത്. എനിക്ക് നദാനിയുലൂട്ടന് ഈസ് ഓൺ എ സ്പെഷ്യൽ ഡയറ്റ് അറ്റ് ദ മൊമെൻറ്റ്. അതുകൊണ്ട് അവന് പാലിൻ്റെ ഒന്നും പറ്റില്ല. അവന് പാൽ കൊടുക്കുന്നുണ്ട്. എനിക്കും പാല്, ചീസ്, ഗീ, ബട്ടർ, അതുപോലെ തന്നെ യോഗട്ട് തുടങ്ങി മിൽക്ക് പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാപ്പി വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ അത് ഓർത്തത്, എനിക്ക് ക്യാപ്പുച്ചിനോ കുടിക്കത്തില്ലല്ലോ, പാലുണ്ടല്ലോ എന്ന്. അവർക്കാണെങ്കിൽ മിൽക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് അമേരിക്കാനോ ആണ് വാങ്ങിയത് വിത്ത് വാനില ഫ്ലേവർ. അപ്പോൾ അതും പിന്നെ എൻ്റെ ബ്രെഡും വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവാണ്. നമ്മളോട് ഈ മീ ടൈം എടുക്കുക എന്ന് ഇവർ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ഹ്യൂജ് ഡിപ്പാണ് ഉണ്ടാകുന്നത്, അതായത് നമ്മളുടെ ഹോർമോൺ ലെവൽസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. എസ്പെഷ്യലി മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ആകുമ്പോൾ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മളടുത്ത് എപ്പോഴും പറയുന്നത് എന്തെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കാം. ഇതുകൊണ്ട് ഇതുണ്ടാവില്ലെന്നല്ല, ഇത് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ആ ഒരു തോട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കാതെ, അല്ലെങ്കിൽ ബേബീസിൻ്റെ ക്രൈം മാത്രം കേട്ടെപ്പോഴും ഇരിക്കാതെ കുറച്ച് സമയം മാറിയിരിക്കുമ്പം നമ്മുടെ ബ്രെയിൻ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ടും അങ്ങനെ ഈ ഡിപ്രഷൻ നമുക്കൊന്ന് മാനേജ് ചെയ്യാനും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഇവർ ഈ ഹെൽത്ത് വിസിറ്റർ വരുമ്പോഴാണെങ്കിലും മിഡ് വൈഫ് വരുമ്പോഴാണെങ്കിലും നമ്മളോട് മീ ടൈം എടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കോഫിയും പേസ്ട്രിയും ഒക്കെ ആയിട്ട് ബാക്ക് യാർഡിൽ വന്നിന്ന് കാപ്പി കുടിക്കാണ്. ഞാൻ തൽക്കാലം ഇപ്പം ഗബ്രുക്കുട്ടൻ്റെ ട്രാമ്പലീനിലാണ് ഇരിക്കുന്നത്. ഞാൻ കുറേ നാളായി ബാക്ക് യാർഡിലേക്കൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സ്വിങ്ങിൻ്റെ അടുത്ത് നിന്നില്ല. മാത്രമല്ല സ്വിങ് കഴുകിയിട്ടിട്ട് പോയതാണ്. ഇപ്പം വന്ന് അതിൻ്റെ മുകളിൽ വലയൊക്കെ ഇട്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിരുന്ന് ഈ പക്ഷികൾ തൂറി വെച്ചിട്ട് പോകും. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്തതായിരുന്നു. അത് വീണ്ടും അതിൻ്റെ മുകളിലെല്ലാം അത് വന്ന് ആപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഗബ്രുക്കുട്ടിൻ്റെ ട്രാമ്പലീനിൽ ഇരുന്നിട്ടാണ് കാപ്പി കുടിക്കുന്നത്. ഈ വശമാണ് ഞാൻ ഈ ട്രാമ്പലീൻ ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതാരും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കിതിലിരുന്ന് കാപ്പി കുടിക്കാം.
അങ്ങനെ രണ്ടുപേരെയും ഉറക്കി ഓരോ മൂലയിൽ കിടത്തിയിട്ടുണ്ട്. ഒരാൾ ദാ ഇവിടെ, ഒരാൾ ദാ കൂടക്കകത്തുമുണ്ട്. എപ്പോഴേക്കും തന്നെ ഏകദേശം 1 മണിയോളമായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രെഡും പേസ്ട്രിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, അതിപ്പോഴാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ചില്ല. പക്ഷേ അതിന് പകരം നമുക്ക് ഉച്ചയ്ക്കത്തെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതെടുക്കണം ഇച്ചിരി കഴിയുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് കുത്താനുള്ള ഇഞ്ചക്ഷൻ ഇതാണ്, നോക്സിപാറിൻ. ഇത് എനിക്ക് 6 വീക്സിലേക്കാണ് കുത്താനുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം 42 ഡേയ്സാണ് ഇത് കുത്തേണ്ടത്. അപ്പോൾ ഇത് കുത്തി കഴിഞ്ഞിട്ട് ഇതിനെ നീഡിൽ നമ്മൾ ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിത് ഷാർപ്സിലിട്ടിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഡിസ്പെൻസറിയിലോ ഒക്കെ കൊണ്ടുകൊടുത്താൽ ഇത് ഡിസ്പോസ്. സ്റ്റിച്ച് ഇൻഫെക്റ്റഡ് ആയി എന്ന് പറയണ്ടായിരുന്നില്ലേ, അപ്പോൾ എനിക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ GP പോയിട്ട് അത് ഡ്രസ്സ് ചെയ്ത് തന്നിടും അവർ. എന്നിട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് മാറ്റി ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അവർക്ക് നോക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട്, അത് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അതാ GP പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ആയിട്ടില്ല. അവർ ഓക്കെ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വീക്കിലാണ് അതിൻ്റെ റിവ്യൂ ഉള്ളത്. അപ്പോൾ അതുവരെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഊബർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ പല പല സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും അവൈലബിൾ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഊബർ എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഊബർ നോക്കി നിൽക്കുമ്പോഴത്തുള്ള കാഴ്ചയാണ്, നമ്മുടെ നെയ്ബേഴ്സിനെ കാണാൻ ഇന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കണം. അപ്പം ഞാനിവിടെ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഊബർ വന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഞാൻ എൻ്റെ ഡ്രസ്സിങ് എടുക്കാൻ മറന്നുപോയി. ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാവേ. അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് പോയി ഡ്രസ്സിങ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇതിനകത്ത് ഒരു സാധനം ജെൽ ഡ്രസ്സിങ് ഉണ്ട്. ഇതാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ അടുത്ത് സിൽവറുണ്ട്. അപ്പോൾ അതും വെക്കും അവർ. സിൽവറും വെക്കും, ഇതും വെക്കും കരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കിത് ഓർഡർ ചെയ്ത് തന്നതുകൊണ്ട് ഞാനത് കൊണ്ടുചെല്ലണം ഡ്രസ്സ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഊബറിൽ കയറി പതിയെ നമ്മുടെ GP പോകണം. അപ്പം ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് ഏർലി അവിടെ എത്തുന്ന രീതിയിലാണ് ഊബർ ബുക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടൈം കിട്ടും. അവിടെ എത്തിയ ഉടനെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അറൈവൽ അവിടുത്തെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മളെ നേഴ്സ് വന്ന് കൂട്ടും. എൻ്റെ അപ്പോയിൻമെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ GP വിട പറഞ്ഞ് ഞാൻ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്ന് വളരെ ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് എനിക്ക് ഇവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് എനിക്കല്ല, സാക്രയ്ക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പ്രൊലോങ്ഡ് ജോണ്ടിസ് ടെസ്റ്റിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് തനിയെ പോവില്ല, സാക്രയും കൂടി ഉള്ളതുകൊണ്ട് ഒട്ടും പോവില്ല. അപ്പോൾ ഞാനും ഡൈസും സാക്രയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന ഉടനെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ നദാനിയലിൻ്റെ പ്രൊലോങ് ജോണ്ടിസ് ടെസ്റ്റ് ഒരു വീക്ക് മുമ്പ് അവൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് സാക്രിയുടെ ടെസ്റ്റും അവർ ബുക്ക് ചെയ്തത്. അപ്പോൾ പിള്ളേരുണ്ടായി 21 ഡേയ്സ് കഴിഞ്ഞിട്ടും ജോണ്ടിസ് നിൽക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവരുണ്ടായിട്ട് 21 ഡേയ്സ് ഇപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് എപ്പോഴും ജോണ്ടിസ് ഉണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ലിവർ റിലേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 21 ഡേയ്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ കൂടെ സാക്രിയും നദാനിയലും ഉണ്ട്. അവരെ ഞാൻ ഇവിടെ എൻ്റെ ട്വിൻ കാരിയർ ബാഗിൽ ഇട്ടിട്ട് അവർ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ചില ദിവസങ്ങളിൽ അവർക്കിങ്ങനെ ഉറങ്ങാനായിട്ട് ഇച്ചിരി മടിയൊക്കെ കാണിക്കും. അപ്പോൾ രണ്ടുപേരും കൊണ്ടുവരുന്ന ഉറക്കുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഒരുമിച്ച് രണ്ടുപേരെയും കൂടെ ബാഗിലിട്ടിട്ട് ഉറക്കും. അപ്പോൾ ഞാൻ ഒരാൾ നടന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ബാഗിലിട്ട് ഉറക്കിയിട്ട് ആ ബാഗ് അതേപടി ഊരി കട്ടിലിൽ കിടത്തും ഉറങ്ങിക്കഴിയുമ്പോൾ, കുറച്ച് നേരം കഴിയുമ്പോൾ. അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ഇവർ ഒട്ടും സെറ്റിലാവാത്ത ദിവസങ്ങളിൽ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും മാറി മാറി നടന്ന് മടുത്ത് തളരുന്ന സമയങ്ങളിലാണ് ഇങ്ങനത്തെ പണിക്ക് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പം യാത്രയൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ടാണ്. പിന്നെ ചൂടും ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഉറങ്ങാനൊക്കെ ഒരു വലിയ ഹാപ്പിയൊന്നും ആയിരുന്നില്ല. അപ്പം ഞാൻ രണ്ടുപേരെയും കൊണ്ടൊന്ന് ബാഗിലിട്ട് കുറച്ച് നേരം നടക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ ഇതിനകത്താകുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഇവരെയും കൊണ്ട് നടക്കും, കുറച്ച് നേരം ഇരിക്കും. അതിനുശേഷം അവരെ ഞാൻ ബാഗോട് കൂടി അവിടെ വയ്ക്കും. പിന്നെ വരാട്ടോ, ഞങ്ങൾ ഉറങ്ങുക. പിന്നെ ബാക്കിയായിട്ട് വരാട്ടോ.
ഇപ്പം രാത്രി ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ വെളുപ്പിന്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സാക്കറി അവിടെ കിടക്കുന്നു, നദാനിയൽ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. നദാനിയൽ ഒരു 2 hours നിർത്താതെ കരയുമായിരുന്നു. അങ്ങനെ മടുത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പാല് കൊടുത്തു, കുടിക്കുന്നില്ല. ഉറക്കാൻ ശ്രമിച്ചു, ഉറങ്ങി പെട്ടെന്ന് തന്നെ എണീറ്റ് കരയുന്നു. നാപ്പി മാറ്റി അങ്ങനെ എല്ലാം നോക്കി. പിന്നെ അവസാനം എവിടെ എന്തെങ്കിലും പറ്റിയിട്ട് വേദന എടുത്തിട്ടാണോ എന്നൊക്കെ ഓർത്തു. പിന്നെ ഞാൻ താഴെയൊക്കെ കൊണ്ടുപോയി കുറച്ച് തണുപ്പൊക്കെ അടുപ്പിച്ചപ്പോഴത്തേക്ക് ആളൊന്ന് കരഞ്ഞൊന്ന് കാം ഡൗൺ ചെയ്ത സമയത്ത് ഒന്ന് ഉറക്കി ഞാൻ കൊണ്ടുവന്ന് മോളിൽ കൊണ്ടുവന്ന് മമ്മിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴത്തേക്കും മമ്മി, കാരണം എനിക്കപ്പോഴത്തേക്കും നടു പൊളിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വയറും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇട്ടെടുത്ത് ഭയങ്കര വേദനയാണ് കുറേ നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും വീണ്ടും കരച്ചിൽ തുടങ്ങി. പിന്നെ ആ സമയത്ത് നമ്മൾ പാല് 2 പേർക്കും സെറ്റാക്കി വെച്ചു. എന്നിട്ട് പിന്നെ പാല് കൊടുത്തിട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പേർക്കും ഇവന് പാല് കൊടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവൻ എഴുന്നേറ്റു. അപ്പം അവൻ എഴുന്നേറ്റ് വരുന്നതിന് അനങ്ങാൻ തുടങ്ങുമ്പോഴേ എടുത്ത് പാല് കൊടുക്കും. കരഞ്ഞു കഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, നിർത്തി. അങ്ങനെ അവന് പാല് കൊടുത്ത് വീണ്ടും ഞാൻ സ്പാഡിൽ ചെയ്തെല്ലാം ആളെ കയറ്റി കിടത്തിയിരിക്കുകയാണ്. അപ്പം ഇവൻ്റെ കേസിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. രാത്രി ഫുൾ കരച്ചിലായിരുന്നു. അപ്പം ഞാൻ നമ്മൾ ഈ ഉറക്കം നടക്കാത്തതിൻ്റെ വിഷമമാണ്. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് നടന്ന് ഉറക്കി ഇങ്ങനെ സ്ട്രെച്ച് റാപ്പിലിട്ട് ഒരു 5 hours ഞാൻ ഇരുന്ന് 4 hours, അതായത് ഒരു ഫീഡ് കഴിഞ്ഞ് ഇരുന്ന് പിന്നത്തെ ഫീഡ് കഴിഞ്ഞ് വീണ്ടും ഇരുന്ന് അങ്ങനെ ഒരു 5 hours 6 hours ഇരുന്നതിന് ശേഷമാണ് ആളൊന്ന് സെറ്റായത്. അങ്ങനെ വെളുപ്പിന് ഞങ്ങളൊരു 6:30 ആയപ്പോൾ ഇന്നലെ ഞാൻ ഇവനും കൂടെ പയ്യെ ഒന്ന് കയറി കിടന്നു. അപ്പോൾ ഇന്നും അതേ സിറ്റുവേഷനാണ്. രാത്രിയിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 മണിയുടെ ഫീഡ്, അതുവരെ നമ്മൾ പാല് കൊടുത്തിട്ട് സ്വാഡിലൊക്കെ ചെയ്ത് കിടത്തുമായിരിക്കുമായിരുന്നു ഇവനെ പോലെ തന്നെ. 10 മണിയുടെ ഫീഡ് കഴിഞ്ഞപ്പോൾ മുതൽ 9 മണിയുടെ ഫീഡ് കഴിഞ്ഞപ്പോൾ മുതൽ ആൾ ഭയങ്കര വയലൻ്റാണ്. കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 11 മുതൽ 1 മണി വരെ ഞാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു, പക്ഷെ ആൾ സെറ്റിലാവുന്നുണ്ടായിരുന്നില്ല. ഒരു 10 മുതൽ 12:30 വരെയൊക്കെ ടൈമിൽ. ഇപ്പം ഞാൻ താഴെ കൊണ്ടുപോയി തണുപ്പൊക്കെ അടുപ്പിച്ചു, തിരിച്ചു കൊണ്ടുവന്നു, സ്പാട്ടിൽ ചെയ്തു, ക്യാരിയർ ബാഗിലിട്ടു, ഈ സ്ട്രെച്ച് റാപ്പിലിട്ടു. ആൾ കാമാവുന്നില്ല, പാല് കൊടുത്തു. പിന്നെ അവസാനം ഞാൻ നടന്ന് മടുത്ത് എനിക്ക് നടുവും സ്റ്റിച്ചും ഒക്കെ വേദനയെടുത്തേക്കും ഞാൻ കൊണ്ടുപോയി മമ്മിയുടെ കൊടുത്തു, ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മമ്മി കുറേ നേരം കൊണ്ടു നടന്നു, പാലൊക്കെ കൊടുത്ത്. അപ്പോഴേക്കും ഇവനെ എഴുന്നേറ്റു, സാക്കറി എഴുന്നേറ്റു 1 മണിക്കത്തെ ഫീഡിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ ഇവനെ വാങ്ങിച്ചു, പിന്നെ മമ്മിക്ക് കൊടുത്തു. സാക്കറി എഴുന്നേറ്റു, സാക്കറി ഫീഡ് ചെയ്തു. 12:30 ഫീഡ് 2 പേർക്കും കൊടുത്തു, പാല് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ സ്വാഡിൽ ചെയ്ത് ബർപ്പ് ചെയ്ത് സ്വാഡിൽ ചെയ്ത് അവൻ കിടന്ന് തുടങ്ങി. പിന്നെ ഇവനെ ഞാൻ പോയി വാങ്ങിച്ചു. കാരണം ഇന്നലത്തെ സിറ്റുവേഷൻ തന്നെ ഉണ്ടല്ലോ. അപ്പം എനിക്കറിയാം നമുക്ക് താഴെ കിടത്തി ഉറക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ സ്ട്രെച്ച് റാപ്പിലിട്ട് ഇരിക്കുകയാണ്. ആളൊന്ന് ഉറങ്ങി, ആ ഉറക്കം പോയി. ഉറക്കം കിടക്കുന്നതിൻ്റെ ദേഷ്യം കാരണമാണ് ഈ കരയുന്നത്. അതൊക്കെ പോയി എഴുന്നേറ്റ് വരുമ്പോഴേക്കും ആൾ സെറ്റാവുന്ന വിചാരത്തിലാണ് ഇന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നൈറ്റ് സ്റ്റോറി. എന്താണെന്നറിയത്തില്ല, ഭയങ്കര വയറിനാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവന് ഭയങ്കര വേദനയും വിഷമമൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ ഒരു രാത്രിയും പകലും മൊത്തം കരഞ്ഞ് നിർത്താണ്ടായപ്പോഴേക്കും ഞാൻ അവസാനം പേടിച്ചിട്ട് 111 വിളിച്ചു. അപ്പോൾ അവർക്ക് ഇവൻ കരയുന്ന കേൾക്കാം. അപ്പോൾ അവർ പറഞ്ഞു പ്രൂഫാന്ന് തോന്നുന്നു, ഞാൻ പാരാമെഡിക്സിനെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസും പാരാമെഡിക്സും ഒക്കെ വന്നു. അവരും ഈ കരച്ചിൽ കണ്ടിട്ട് പ്രൂഫാന്ന് വിചാരിച്ച് എന്നെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ പെട്ടെന്ന് അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കുട്ടിയാണ് നമുക്കുണ്ടായിരുന്നത്, ഒരാളെ ഉണ്ടായിരുന്നു, പേഷ്യൻ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ വിളിച്ചു. നമുക്കൊരു മലയാളി നഴ്സുമാരായിരുന്നു അവർ. നമ്മളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ മലയാളി നേഴ്സ് അല്ലായിരുന്നു കേട്ടോ, ഒന്ന് നമുക്ക് അറിയാവുന്ന നേഴ്സ് തന്നെയായിരുന്നു. അതിന് മുമ്പ് ഞാൻ സാക്കറിനെയും കൊണ്ട് ഇവൻ പാല് കുടിക്കാഞ്ഞിട്ട് ഏനിയിൽ പോയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന നേഴ്സായിരുന്നു. ഹോപ്പ് എന്നാണ് പേര്, നല്ല പേരിനെ. അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാരി നമ്മളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ റെക്കമെൻഡ് ചെയ്ത് അകത്ത് ഡോക്ടറെ കാണാൻ കയറി. അങ്ങനെ അവിടെ ചെന്ന് പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കും, പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഇവൻ നിർത്താതെ കരയാണ്. ഞാൻ പാല് കൊടുക്കാൻ നോക്കുന്നു, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കുന്നു, ഒന്നും സമ്മതിക്കുന്നില്ല. അവസാനം ഇവൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്നോട് കുറേ ക്വസ്റ്റനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അപ്പം ഇട്ടു. പിന്നെ ഞാൻ മാറ്റിയപ്പോൾ പുള്ളി വന്നൊന്ന് നോക്കി. അതിന് പുള്ളി പിന്നെയും പോയി. അതിനുശേഷം ഞാൻ ഇവനെ ഫീഡ് ചെയ്യാൻ നോക്കുമെന്ന് തോന്നുന്നു. ഇവനങ്ങ് എന്താ പറയുക, കാം ഡൗൺ ചെയ്യുന്നില്ല, സൂത്ത് ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം ഞാനിങ്ങനെ ഗ്രൂപ്പ് വന്നു. പുള്ളി എൻ്റെ അടുത്ത് കുറേ നേരം ഇതെല്ലാം നോക്കി നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് ഗ്രൂപ്പല്ല, എപ്പോഴാണ് കരയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ അതായത് 24 hours ആയി ഇപ്പം കരഞ്ഞ് ഒരു 3-4 മണിക്കൂർ കരഞ്ഞ് മടുത്ത് കഴിയുമ്പോൾ ഒരു 30 minutes ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് വീണ്ടും കരച്ചിലാണ്. അപ്പം അങ്ങനെയായിട്ട് നമ്മളിപ്പം ഒരു 24 hours ആയി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ഈ ഒച്ച അന്നേരമൊക്കെ ഞാൻ കൊണ്ടുനടക്കായിരുന്നു, പക്ഷെ ഇപ്പം നോക്കൂ ബാർക്ക് ചെയ്യുന്ന സൗണ്ടിലേ വരുന്നത്, അതുകൊണ്ട് ആണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് പറഞ്ഞാൽ അത് കരഞ്ഞ് ഒച്ച പോയതാണ്, പേടിക്കണ്ട, ഗ്രൂപ്പല്ല. പക്ഷേ ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു, പുള്ളിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, കൗ മിൽക്ക് അലർജി ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ റിഫ്ലക്സിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഇതിന് രണ്ടിനും ഒരേ സിംറ്റംസ് ആണല്ലോ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പാല് മാറ്റി നോക്കാം, ഹൈഡ്രോളൈസ്ഡ് ഫോമുല കൊടുക്കാം, കൗ പ്രോട്ടീൻ. അപ്പോൾ അത് നമുക്ക് സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫോമുല അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് തരാൻ പറ്റില്ല. നമുക്ക് സ്പെഷ്യലായിട്ട് ഇവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തരാം, ഇവിടെ നിന്ന് തന്നു വിടാം. പിന്നെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് GP കൊടുക്കാം. അത് ഒന്നാമത്തെ ഓപ്ഷൻ, അത് എടുക്കാമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ റിഫ്ലക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് തിക്നർ തരും, ഒരു മെഡിസിനാണ്. അത് നമ്മൾ പാലിൽ കലക്കി കൊടുക്കണം. അപ്പം നമ്മളുടെ പാല് സോളിഡായിട്ട് വയറ്റി കിടക്കും, അപ്പോൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പോൾ ഇതിലേത് ആദ്യം ട്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാല് ട്രൈ ചെയ്ത് നോക്കാം, പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുക്കുന്നില്ല, ഒത്തിരി ചെറുതല്ലേ പറഞ്ഞപ്പോൾ. അങ്ങനെ അവർ പാലിന് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു 2 weeks ഫോളോ അപ്പ് ചെയ്യണം GP ആയിട്ട്. അപ്പോൾ ആ സമയത്ത് വ്യത്യാസം ഇല്ലെങ്കിൽ ഇത് എക്സ്റ്റെൻസീവ്ലി ഹൈഡ്രോളൈസ്ഡ് ആണ്, അതിന്ന് ഒരു 100% ഹൈഡ്രോളൈസ്ഡിലേക്ക് പോകണം. പിന്നെ അതിലും ഇതില്ല എന്നുണ്ടെങ്കിൽ റിഫ്ലക്സ് മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇവനെ ഒരു 30 ഡിഗ്രി ഇവനെ ഒരു 30 ഡിഗ്രി എലിവേറ്റ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പില്ലോ വാങ്ങിയിരുന്നു, വെരി ഗുഡ്, ഭയങ്കര നല്ലൊരു പില്ലോ ആണ്. അപ്പോൾ അതിൽ റിഫ്ലക്സ് കിട്ടാതെ 30 ഡിഗ്രി ഇൻക്ലൈനിലാണ് ഇവർ കിടക്കുന്നത്. അതിലൊക്കെ പകലൊക്കെ കിടക്കും, പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഈ ഇൻക്ലൈൻ മാത്രമേ പറ്റുള്ളൂ, എൻ്റെ ദേഹത്ത് കിടക്കുള്ളൂ. അങ്ങനെ നമ്മൾ പാല് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ ആ ഒരു വഴക്ക് കുറഞ്ഞു. അല്ലെങ്കിൽ പാല് കുടിക്കുന്ന സമയത്ത് ഭയങ്കര ബഹളമാണ് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാല് കുടിക്കുന്നത് കംഫർട്ടബിളായി. ഈ പച്ച കളറിൽ ഗ്രീൻ കളറിൽ ഭയങ്കര ലൂസായിട്ടായിരുന്നു ഇവൻ്റെ, ഡയറിയ പോലെ ആയിരുന്നു. അതിന് ഭയങ്കര സ്റ്റിങ്കി ആയിട്ടുള്ള പൂവായിരുന്നു. അപ്പോൾ അത് നോർമൽ അല്ലാന്ന് എനിക്കറിയാം, ഗട്ട് ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, വേഴ്സ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഈ പാല് മാറ്റിയപ്പോഴത്തേക്കും പൂവിൻ്റെ കളർ ചേഞ്ചായി. നമ്മൾ നോർമലി ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികളുടെ പോലെ യെല്ലോ ആയി. പിന്നെ അതുപോലെ തന്നെ അത് കുറച്ചും കൂടെ അത്ര ലൂസ് അല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം പറ്റും. ഇത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ കമത്തുള്ളൂ, കാരണം നമുക്ക് തുടച്ചെടുത്ത് വൃത്തിയാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അതായി. പിന്നെ 2 weeks നമ്മൾ ഫോളോ അപ്പ് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് റിഫ്ലക്സ് മെഡിസിനൂടെ തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഫോമുല മാറ്റിയാൽ ചിലപ്പം ആദ്യം മുതലുള്ള പ്രശ്നമായി ഇത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആകും, അതുകൊണ്ട് ഫോമുല മാറ്റി റിഫ്ലക്സ് മെഡിസിൻ തരാമെന്ന്. അത് നമ്മൾ റിഫ്ലക്സിനുള്ള മെഡിസിൻ ഒരു 2 നേരം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവനെ വയറ്റിൽ നിന്ന് പോകാണ്ടായിരിക്കും, ഭയങ്കര വിഷമമായി. അങ്ങനെ നമ്മളിപ്പം ഒരു നേരം ഉച്ചയ്ക്ക് കൊടുക്കുന്നുള്ളൂ, എല്ലാ നേരവും കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്നലെയും ഇതേ അവസ്ഥയായിരുന്നു, ഇന്നും ഇതേ അവസ്ഥ. എന്താണെന്നറിയത്തില്ല, ആൾക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും വയറ് നൊന്തിട്ടാണോ എന്താ ഉറങ്ങാൻ പറ്റാത്ത എന്താണെന്ന് മനസ്സിലാവുന്നു. ഉറങ്ങാത്തതുകൊണ്ടാണ് ദേഷ്യം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാവരും ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടു. പകലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമല്ലോ. മമ്മീനെ പ്രത്യേകിച്ച് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ്, കാരണം മമ്മിക്ക് അല്ലെങ്കിൽ ഒത്തിരി ടയേർഡായി പോകും. പിന്നെ ഗബ്രു ഇവിടെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അവനെ ഞാൻ കൊണ്ടുപോയി കിടത്തി ഉറക്കി. ഡയസിനെയും ഉറങ്ങാൻ പറഞ്ഞു വിട്ടു, കാരണം എല്ലാവരും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ ടയേർഡാവും. ഇതിപ്പം ഞാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നേരം രാവിലെ കിടന്ന് ഉറങ്ങാം, ഒരു 6 മുതൽ 10 വരെയൊക്കെ, അല്ലെങ്കിൽ 8 വരെ, 6 to 8 6 to 10 ഒക്കെ ഉറങ്ങുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എനിവേ, അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ നൈറ്റ് ടൈം
ഷിഫ്റ്റ് അല്ലെങ്കിൽ റുട്ടീൻ ഇതൊക്കെയാണ്. കാര്യം പറഞ്ഞാൽ ട്വിൻസിനെ കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇവരെ ഒരേ സമയത്താണ് എല്ലാം വരുന്നത്. ഇവർ കരയുന്ന ഒരേ സമയത്ത്, ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സമയത്ത് ഞാൻ എടുക്കണം. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും, അതായത് ഒരാൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മറ്റേ ആളെടുത്ത് കരയുന്നത്. അപ്പം നമ്മൾ ഇയാളെ വെച്ചിട്ട് മറ്റേ ആളെ എടുക്കാൻ പോകും. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ കയറാൻ തുടങ്ങും. ആൻഡ് ഇറ്റ്സ് ഫൺ. ഭയങ്കര രസമാണ്. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ്.